എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഇപ്പൊ നമ്മൾ കുറേ ദിവസമായല്ലേ ലഞ്ചിന്റെ റെസിപ്പീസ് ഒക്കെ കാണിച്ചിട്ട്. അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ലഞ്ചിലുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കണത്. അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അല്ലാതെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത ശേഷം ഇത്ത അത് ചേർത്തില്ല ഇത് ചേർത്തില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്കും വായിക്കുമ്പോൾ ഒത്തിരി വിഷമാവും. അപ്പൊ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇന്നിപ്പം നല്ല ചൂരമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ചൂര വട്ടത്തിലരിഞ്ഞാണ് എടുത്തത് കേട്ടോ. പിന്നെ അതിൽ നോർമലി നമ്മുടെ മസാലയുടെ കൂടെ 1-2 ഐറ്റം ചേർക്കും. ഇതിപ്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൊടി ഇത്രയും ചേർത്തതിലേക്ക് പിന്നെ കുരുമുളക് പൊടി മസ്റ്റായിട്ട് നമ്മൾ ചൂരയിലിടുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ ഉപ്പും തരിതരിപ്പായിട്ടുള്ള മുളകുണ്ടല്ലോ അത് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ നാരങ്ങയുടെ നീര് ഇതൊക്കെ ചേർത്തിട്ട് നമ്മൾ ഈ മീൻ പൊരിച്ചെടുത്താണ്ടല്ലോ അടിപൊളി രുചിയാണ് കേട്ടോ. അപ്പം ചൂര ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? കുട്ടികൾക്കൊക്കെ മിക്കവാറും ഇഷ്ടക്കേടായിരിക്കുമല്ലേ, കാരണം ചൂരയുടെ കറുത്ത ഭാഗങ്ങൾ. ഇത് കറുപ്പൊന്നും ഇല്ലാത്ത നല്ല ചൂരയാണ് കേട്ടോ. അപ്പോൾ മസാല പിടിക്കാനായിട്ട് ഇതിപ്പം മസാലയെല്ലാം തേച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റി വെക്കുവേ. പിന്നെ നമുക്ക് അടുത്ത ഒരു വ്യത്യസ്ത റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത്. മത്തങ്ങ എടുക്കുമ്പം ശ്രദ്ധിക്കണം, നല്ല പഴുത്ത മത്തങ്ങ എടുക്കരുത്, എന്നാൽ തീരെ പിഞ്ചും എടുക്കരുത്. ഇടത്തരം രീതിയിലുള്ള മത്തൻ വേണം എടുക്കാൻ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം തോലോട് കൂടിയിട്ട് അത്യാവശ്യം വലിപ്പത്തിൽ തന്നെയാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിനുശേഷം പിന്നെ നമുക്ക് വേണ്ടത് 2 തക്കാളിയാണ് കേട്ടോ. മസ്റ്റായിട്ട് തക്കാളി വേണം, എങ്കിലേ നമുക്ക് ആ ഒരു പുളിപ്പൊക്കെ ഈ ഒരു കറിക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ 2 തക്കാളി ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ പ്രഷർ കുക്കറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം അല്ലാതെ മൺചട്ടിയിൽ വെച്ചിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഇതിപ്പം വേഗം നമുക്ക് കറിയാവുമല്ലോ. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 7 ചെറിയ ചുവന്നുള്ളിയും 2 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കാൻ. നമ്മളുടെ എരിവിൻ്റെ പാകത്തിന് പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളത്തിൽ നമ്മളിത് വേവിക്കരുത്. ആദ്യം നമ്മൾ ഇതുപോലെ ഇത് വെന്ത് കിട്ടാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് വെയിറ്റ് ഇട്ട ശേഷം കുക്കർ മൂടി വെയിറ്റ് ഇട്ടിട്ട് ഞാൻ ഒരു 2 വിസിൽ വരെയാണ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പം പച്ച ചക്ക കിട്ടിയപ്പോഴേക്ക് ഞാൻ വിചാരിച്ചിരുന്ന പിന്നെ ചക്ക കൂട്ടാനും കൂടി ഉണ്ടാക്കാന്ന്. അങ്ങനെ ഇപ്പം ചക്കയൊക്കെ ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നിങ്ങൾക്കൊക്കെ ചക്കക്കൂട്ടാൻ ഇഷ്ടമാണോ? എങ്ങനെയാണ് നിങ്ങൾ ചക്കക്കൂട്ടാൻ ഉണ്ടാക്കണം? അതുപോലെ തന്നെ ഈ ചക്കക്കൂട്ടാൻ നിങ്ങൾ ഏത് തരം കറിയാണ് ഉപയോഗിക്കാൻ നിങ്ങൾക്കിഷ്ടം? ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളാണല്ലോ കഴിക്കാനൊക്കെ. അപ്പം ഞാനിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ കറക്റ്റ് അളവിനൊന്നുമല്ല, ഇതുപോലെ റഫായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ കുക്കറിൽ വെയിറ്റ് കേട്ടു സ്റ്റീം പോയ ശേഷം, അതായത് ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് സ്റ്റീം പോയ ശേഷം തുറന്നത് മത്തൻ കറക്റ്റ് വെന്ത് വന്നിരിക്കുന്നുണ്ടോ, വെന്തുടയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ ഒരു രീതിയിലാണ് നമ്മൾ റെഡിയാക്കണത്. അതിൻ്റെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച ശേഷം ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരി ഉണ്ടല്ലോ, ചോറ് വയ്ക്കുന്ന അരിയും 2 ടേബിൾ സ്പൂൺ മുഴുവനെയുള്ള മല്ലിയും കൂടി തീ കുറച്ച് വെച്ച് ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് തോന്നും ഇതെന്തിനാണെന്ന്. ഇതാണ് ഈ കറിയെ വ്യത്യസ്തമാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് തീ കുറച്ച് വെച്ചിട്ട് തന്നെ നമ്മളിത് വറുത്ത് കൊടുക്കണം. അരി ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് നല്ല മണം വരും, പൊട്ടി വരും കേട്ടോ. ആ സമയത്ത് മാറ്റി വെക്കാം. പിന്നെ നമുക്കിത് അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 4-5 വറ്റൽ മുളക്, പിന്നെ നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന അരിയുടെയും മല്ലിയുടെയും കൂട്ടുണ്ടല്ലോ അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം എരിവ് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് വേണം വറ്റൽ മുളകിൻ്റെ എണ്ണം കൂട്ടാനും കുറയ്ക്കാനും. എന്നിട്ട് നമുക്കിതൊന്ന് കറക്കിയെടുക്കണം. അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ അരിയും മല്ലിയും കൂടി വറുത്തെടുക്കുമ്പോൾ തന്നെ ഈ അരപ്പിന് നല്ല മണമുണ്ട്. അപ്പം ഞാൻ മൺചട്ടിയിലേക്ക് നമ്മൾ ഈ വെന്ത വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചെറിയാണേ. എന്നിട്ട് നമ്മുടെ ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പാകത്തിനുള്ള വെള്ളം നമ്മൾ ഈ ഒരു രീതിക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പം നമ്മൾ ഇതിലേക്ക് പുളിവെള്ളമൊന്നും ചേർക്കത്തില്ല, അതുകൊണ്ടാണ് തക്കാളി 2 എണ്ണം ചേർത്തത്. അപ്പോൾ തക്കാളിയുടെ ഒരു പുളിപ്പുണ്ടാവില്ല, അതിൻ്റെ മാത്രം ആവശ്യമേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഞാനിപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്ത് ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. ശരിക്കും വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റുള്ളൊരു ഒഴിച്ചുകൂട്ടാനാണ് കേട്ടോ. എന്നിട്ട് നമുക്കൊരു കൈപ്പിടി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് അത് അവിടെ ഇരുന്ന് തിളക്കട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ കുക്കർ കഴുകി എടുത്തുകൊണ്ട് വന്നു. അതിലേക്ക് നമ്മളുടെ ചക്ക ഉണ്ടല്ലോ വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കണം. ഇതൊക്കെ പ്രഷർ കുക്കർ ഇല്ലാതെയും തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഞാൻ പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കണത് കേട്ടോ. എന്നിട്ട് ഒരു 5-6 നമ്മുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ ഒന്ന് ചതച്ചതും കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക്
കുറച്ച് വെള്ളം കേട്ടോ, ഇത് വേകാൻ പാകത്തിന് വളരെ കുറച്ച് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് പ്രഷർ കുക്കർ മൂടി വെയിറ്റ് ഇട്ടിട്ട് ഇതും ഒരു 2 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കും. 2 വിസിൽ കേട്ട് കഴിയുമ്പോഴേക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ അതിവിടെ ഇരുന്ന് വേകട്ടെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 1 കപ്പ് തേങ്ങ, ഒരു 3 പച്ചമുളക്, ഒരു കുറച്ച് കറിവേപ്പില, 2 ചുവന്നുള്ളിയും, ഒരു 3 വെളുത്തുള്ളി അല്ലിയും, 1 ടീസ്പൂണോളം ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് കറക്കി കൊടുക്കും കേട്ടോ. അപ്പം ഇത് ഒരുപാട് അങ്ങ് അരച്ചെടുക്കത്തില്ല, ഈ ഒരു രീതിയിലൊന്ന് കറക്കിയെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഒന്ന് ഇതുപോലെ ചതഞ്ഞ് കിട്ടത്തില്ല ആ ഒരു പരുവത്തിൽ. അപ്പം ഇതിനിടയിൽ ഇതാ നമ്മളുടെ കറി ഞാൻ അടപ്പൊന്ന് മാറ്റി, നല്ല അസല് മണം വരുന്നുണ്ട് കേട്ടോ. ശരിക്കും നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കുന്ന എത്ര പേരുണ്ടെന്ന് പറയണം കേട്ടോ. അതുപോലെ നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ചോറിന് കഴിക്കാൻ ശരിക്കും പറഞ്ഞാൽ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല, ഈ ഒരു ഒഴിച്ചുകൂട്ടാൻ മാത്രം മതിയാവും കേട്ടോ. അത്ര ടേസ്റ്റുള്ളൊരു കറിയാണ്. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് മസ്റ്റ് ട്രൈ എന്ന് പറയത്തില്ലേ, അങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ താളിക്കാൻ വേണ്ടി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ താളിപ്പ് തയ്യാറാക്കണേ. പിന്നെ നമുക്ക് കുറച്ച് ഉലുവ ഇട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ വറ്റൽമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ഇടുന്നുണ്ടേ. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയാണ്. അത് ഞാനിവിടെ 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് ആ കറിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് തീർച്ചയായിട്ടും കമൻറ്റ് എഴുതണം കേട്ടോ. അപ്പോൾ ദാ നമ്മളുടെ ഒഴിച്ച് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ. ഞാൻ അത്ര ഗ്യാരണ്ടി പറയല്ലേ. ശരിക്കും മീനും ഇറച്ചിയൊക്കെ കഴിക്കുന്നതിൽ നിന്നും ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ ഈ ഒരു കറിക്ക്. അപ്പോൾ ദാ നമ്മളുടെ ചക്ക വെന്തിട്ടുണ്ട്. ഞാൻ കുക്കർ തന്നപ്പോൾ അത് ഞാൻ ഇതാ ഒരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് മറ്റേത് ചെറിയ കുക്കറിലല്ലേ നമ്മൾ വേവിച്ചെടുത്തത്. എന്നിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, ആ അരപ്പ് ഇതാ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി ഇതൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. അതുപോലെ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി അരച്ച മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്ത ശേഷമാണ് ഇതൊന്ന് ഇളക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ചക്കക്കൂട്ടാനാണോ ഇഷ്ടം, അതേ മരിച്ചീനി ഇതുപോലെ ഉടച്ച് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം ഒക്കെ പറയട്ടെ. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല മണമാണ്. കാരണം നമ്മൾ ഈ വെളുത്തുള്ളിയൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഈ ചക്കയൊക്കെ കിട്ടുന്ന അവസരങ്ങളിൽ ഇപ്പം പച്ചച്ചക്കയാണ് കിട്ടുന്നതെങ്കിൽ പാഴാക്കി കളയാണ്ട് നമുക്ക് ഇതുപോലെ ചക്ക കൂട്ടാൻ ഉണ്ടാക്കാം. അതുപോലെ തന്നെ ചക്ക അവിയലുണ്ടാക്കാം. അങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ നമുക്ക് പച്ചച്ചക്ക കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാനത് റെഡിയായപ്പം അടച്ചൊന്ന് മാറ്റി വെക്കണേ. അപ്പോൾ ഇനി ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കിഡു ഐറ്റമാണ്. അപ്പോൾ 2 പച്ചമാങ്ങ ഞാനിവിടെ വിളഞ്ഞ മാങ്ങയാണ് കേട്ടോ എടുത്തിട്ടുണ്ട്. അപ്പം ഈ മാങ്ങയുടെ പേരറിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നല്ല ഈ ഒരു കറി ഉണ്ടാക്കാൻ ഈ മാങ്ങ തന്നെ എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. കാരണം ഒരുപാട് മാംസം ഉണ്ടാവും. അതുപോലെ തോലിന് ഒരുപാട് അങ്ങ് കട്ടിയില്ല അല്ലേ. അപ്പം തോല് നമ്മൾ കളയൊന്നും വേണ്ട. അപ്പം ഈ രീതിയിൽ എടുത്ത ശേഷം ഈ ഒരു സൈസിൽ ഞാനിപ്പോൾ കട്ട് ചെയ്യുന്ന ആ ഒരു സൈസ് ഉണ്ടോ, അങ്ങനെ വേണം നമ്മൾ ഇതിനായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാനുള്ളത് കേട്ടോ. അപ്പം ഞാൻ ഈ 2 മാങ്ങ, നിങ്ങൾക്ക് ഒരു മാങ്ങ വെച്ചിട്ടും ഇത് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഒരുപാട് പുളിപ്പുള്ള മാങ്ങ എടുക്കാത്തതാണ് നല്ലത് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് മാങ്ങയെല്ലാം കട്ട് ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനിയിപ്പം ഒരു ബൗളിലേക്ക് ഞാൻ മാറ്റി കൊടുക്കാനായിട്ട്. അപ്പം ഞാൻ 2 മാങ്ങയാണ് ഇതിനായിട്ട് എടുത്തത് കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഇടുമ്പോഴേക്ക് ഒരുപാട് ഉപ്പ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്കൊന്ന് തട്ടിക്കുടഞ്ഞെടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കണം. അപ്പം ആ ഉപ്പിൻ്റെ ആ ഒരു ഇതൊക്കെ ഇറങ്ങിയിരിക്കും. അതിന് മുൻപ് തന്നെ നമ്മൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് തട്ടിക്കുടഞ്ഞ് വെക്കുകയാണ് കേട്ടോ. അപ്പം ഇത് ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 1 മണിക്കൂറൊക്കെ ഒന്ന് മാറ്റി വെച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പം ഞാൻ ഇവിടെ തട്ടിക്കുടഞ്ഞ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ആ ഒരു ടൈം കൊണ്ട് ഞാനൊരു പാനിലേക്ക് 2 ടീസ്പൂണോളം കടുകും അതുപോലെ തന്നെ 1 ടീസ്പൂണോളം ഉലുവയും കൂടി ഒന്ന് വറുത്ത് കൊടുക്കണം. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച ശേഷം വേണം നമ്മളിത് വറുത്തെടുക്കാൻ. ഇത് മസ്റ്റായിട്ട് ഇത് 2ഉം വറുത്ത് തന്നെ എടുക്കണം. നമ്മളെ കയ്യിൽ പൊടി ഇരിപ്പുണ്ടെന്ന് വിചാരിച്ച് അത് ചേർക്കുന്നതിനേക്കാളും നല്ലതാണ് ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യണത് കേട്ടോ. ഇതുപോലെ വറുത്ത ശേഷം ഒരു കൈപ്പിടി കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് വറുത്ത് കൊടുക്കും. എന്നിട്ട് അതിൻ്റെ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറാൻ മാറ്റി വയ്ക്കും. അപ്പം ഞാനൊരു കടായിയിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് കായം ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കാം.
മസ്റ്റായിട്ട് നല്ലെണ്ണ തന്നെ എടുക്കണം. അല്ലാതെ നമ്മൾ വെളിച്ചെണ്ണയോ മറ്റു ഓയിലുകളോ ഒന്നും എടുക്കരുത് കേട്ടോ. നല്ലെണ്ണയിൽ തന്നെ റെഡിയാക്കി എടുക്കണേ. എന്നിട്ട് കായം കട്ടിക്കായമാണ് ഞാൻ എടുത്തത്. കായം ഒന്ന് വറുത്ത് വന്ന ശേഷം നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം. ഇതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഇനിയിപ്പോൾ വറ്റൽ മുളകും കൂടി ഒന്ന് വറുത്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ ഒരു കൈപ്പിടിയോളം വറ്റൽ മുളക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാനുള്ളത് കേട്ടോ. അപ്പം ഇതുപോലെ ഒന്ന് വറുത്ത് കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. വറുത്ത ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം കേട്ടോ. അപ്പം നല്ലെണ്ണ ഒഴിക്കുമ്പോൾ ഒരുപാട് നല്ലെണ്ണ ആദ്യമേ എടുത്ത് ഒഴിക്കരുത്. പാകത്തിന് മാത്രമേ ഒഴിച്ചെടുക്കാവൂ. ഇതേ നല്ലെണ്ണയിൽ തന്നെയാണ് നമ്മൾ ഇനിയിപ്പം ഈ മാങ്ങയൊന്ന് വഴറ്റുന്നത്. അപ്പോൾ നമ്മൾ ഈ ഉപ്പിട്ട് വെച്ചിരിക്കുന്ന മാങ്ങ ഉപ്പുവെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എൻ്റെ ചട്ടി കുറച്ച് കൺജസ്റ്റഡ് ആയിരുന്നു ഞാൻ മാങ്ങ ഇട്ട ശേഷം. കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇതൊന്ന് ഇളക്കിയെടുക്കാം. അപ്പം ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഞാൻ 2 മാങ്ങ ഇത് അല്ലേ ഉള്ളൂ, അപ്പോൾ ഇത് മതിയല്ലോ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. കുഴപ്പമില്ല കേട്ടോ. ചില സമയങ്ങളിൽ നമുക്ക് ഇങ്ങനെയൊക്കെ പറ്റുമല്ലോ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് തണുത്ത ശേഷം മിക്സിയുടെ പൊടിക്കണ ജാറുണ്ടല്ലോ, ആ പൊടിക്കുന്ന ജാർ വേണം ഇതിനായിട്ട് എടുക്കാനുള്ളത്. അതിലേക്ക് ഈ വറ്റൽ മുളക്, നമ്മൾ ഈ വറുത്തിരിക്കുന്ന കടുക്, കറിവേപ്പിലയുടെ കൂട്ടുണ്ടല്ലോ, അതും കൂടി ഇട്ട ശേഷം ഒന്ന് പൊടിച്ചെടുക്കണം. ഒരുപാട് ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അതായത് ഈ ഒരു രീതിയിലാണ് നമ്മളിത് പൊടിച്ചെടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വഴൻ്റെ മാങ്ങയിലേക്ക്, മാങ്ങ ഒരുപാട് അങ്ങ് വഴണ്ട് ഉടഞ്ഞുകൊണ്ട് ഈ പൊടി ഇട്ട ശേഷം എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങാത്തൊട് കറി എന്ന് പറയാൻ പറ്റത്തില്ല, തൊട്ട് കൂട്ടാൻ ചോറിന് തൊട്ട് കൂട്ടാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. എന്നിട്ട് ഞാൻ കുറച്ച് നല്ലെണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ലാസ്റ്റ് നമ്മൾ ഇതിന് മീതെ ഒന്ന് ഒഴിച്ചു കൊടുക്കും. ഇത് കുറേ നാൾ കേടാകാതെയൊക്കെ ഇരിക്കും കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് ചീത്താകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചൂടായ നല്ലെണ്ണ ഇതിന് മീതെ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലെണ്ണ തന്നെ ഒഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം കേട്ടോ. ഇപ്പം തന്നെ വായിൽ വെള്ളം വരുന്ന എത്ര പേരുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനിയും മാങ്ങ കൊണ്ടുള്ള വിഭവങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ പറഞ്ഞാൽ മതി. നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്, ഒക്കെ ഞാൻ കാണിച്ചു തരേ. അപ്പോൾ നമ്മളുടെ വെറൈറ്റി കറികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഞാൻ മീനൊന്ന് പൊരിക്കാനായിട്ട് വെച്ച് കൊടുക്കാൻ കേട്ടോ. ഞാൻ എപ്പോഴും ഈ അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ കറിവേപ്പില ഇതുപോലെ ഇട്ട് കൊടുക്കുവേ. ഇട്ട് കൊടുത്ത ശേഷം അതിന് മീതെയാണ് നമ്മൾ പൊരിക്കാനുള്ള മീനൊന്ന് വെച്ച് കൊടുക്കുന്നത്. അപ്പം ഇതും ഒന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള കറികളൊക്കെ കഴിക്കാനാണോ ഇഷ്ടം? അതെ, എപ്പോഴും നമ്മൾ കഴിക്കുന്നത് പോലത്തുള്ള കറികളൊക്കെ കഴിക്കുന്നതാണോ ഇഷ്ടം? എന്തായാലും ഞാൻ ഇന്ന് കാണിച്ച 2 വെറൈറ്റി ഐറ്റംസ് ഉണ്ടല്ലോ, നമ്മളുടെ മത്തങ്ങ കറിയും അതുപോലെ തന്നെ ഈ മാങ്ങയും, അത് നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ. അത്ര നല്ല കറിയാണ്. അപ്പോൾ മീൻ ഞാൻ റെഡി ആയപ്പോഴേക്കും ഒന്ന് തിരിച്ച് ഇട്ട് കൊടുക്കുകയാണ്. അതിൽ പിന്നെ വേറെ കാര്യങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ലഞ്ചിനുള്ള വിഭവങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പം നല്ല ചൂട് കാലാവസ്ഥയാണല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ചിക്കനൊക്കെ കഴിക്കുന്നതിൽ നിന്നും എന്തുകൊണ്ട് നല്ലത് തന്നെയാണ് ഇതുപോലെ നമ്മളുടെ ലഞ്ചിനും ഡിന്നറിനും ഒക്കെ വെജിറ്റബിൾ റെസിപ്പീസൊക്കെ ഉൾപ്പെടുത്തുക എന്നുള്ളത്. അപ്പം നിങ്ങൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരണം. ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത റെസിപ്പിയോ വ്ളോഗോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.